Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാ ഇന്ത്യക്കാർക്കും, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ഞങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, അച്ഛന്മാർക്ക്, അമ്മമാർക്ക് എല്ലാവർക്കും once again റിപ്പബ്ലിക് ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. 76ാമത് ഒരു റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. സോ ആ ആഘോഷം എല്ലാവരും ആത്മാർത്ഥമായി ആഘോഷിക്കുക. നമ്മള് വളരെ പ്രൗഡ് ആകുന്ന ചില മൊമെന്റുകളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു റിപ്പബ്ലിക് ഡേ, അതേപോലെ ഒരു August 15th ഒക്കെ വരുമ്പോൾ നമുക്കുള്ളൊരു ഫീലിംഗ്, അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. എല്ലാവർക്കും ആ ഒരു ഫീലിങ്സ്, ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. സോ ഈ റിപ്പബ്ലിക് ഡേയില് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ഗിഫ്റ്റ് നൽകാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ കൂടുതൽ അവരുടെ പഠനത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് കുറെ ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് ഈ റിപ്പബ്ലിക് ഡേയില് ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഞങ്ങളാലാവുന്ന പോലെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ, അല്ലെങ്കിൽ ആ സമ്മാനം എന്താണെന്ന് അനൗൺസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യം ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്, ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ ചാനലില് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 1.6K അടുത്ത് സ്റ്റുഡൻസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അവര് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് അവരുടെ ഫീഡ്ബാക്സുകൾ ഞങ്ങളെ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിയ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തന്നെ ഞങ്ങളോട് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച, അല്ലെങ്കിൽ ഏറ്റവും സജഷൻസ് വന്ന ഒരു സീരീസ് ഉണ്ട്. അവർ ഒരുപാട് തവണ നമ്മളോട് പറയുകയുണ്ടായി, ഇതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചു. സോ ആ സന്തോഷ വാർത്ത റിവീൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാനാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മക്കളെ, മറ്റൊന്നുമല്ല, ഞങ്ങള് ബൂസ്റ്റർ സീരീസ്, അതുപോലെ 1 at a time എന്ന് പറഞ്ഞ സീരീസ്, പിന്നെ നമ്മൾ എക്സാമിന് മോക്ക് സീരീസുകളൊക്കെ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത് ഫുൾ ചാപ്റ്ററിന്റെ റിവിഷൻ തരാൻ പറ്റുമോ. എസ്പെഷ്യലി അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പേര് കേൾക്കാറുണ്ട്, ദാറ്റ് ഈസ് വൺ ഷോട്ട് സീരീസ്. വൺ ഷോട്ട് സീരീസ് തരാൻ പറ്റുമോ, ഫുൾ ചാപ്റ്റർ കുറഞ്ഞ സമയം കൊണ്ട്. ഇത്ര സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം ഓരോ ചാപ്റ്ററിന്റെയും ഡെപ്ത് അനുസരിച്ചൊക്കെ പോകും. സോ ആ വൺ ഷോട്ട് സീരീസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായി ഞങ്ങൾ അതിനെ കാണുന്നു. സോ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ അത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായി ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ പിന്തുടരണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ നീറ്റ് എക്സാമിലേക്ക്, അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ, നിങ്ങളെ ഒരു ഡോക്ടർ ആക്കാൻ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാമോ അതെല്ലാം നമ്മുടെ ചാനലിലൂടെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ January 26 തൊട്ട് നമ്മുടെ വൺ ഷോട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വൺ ഷോട്ട് സീരീസിന്റെ ക്ലാസ്സുകൾ പോകുന്ന ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇത് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് മാത്രമാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോകാം. പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും വരാതെ ഒരു ഓവറോൾ പ്ലാൻ, ഇതെങ്ങനെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് മാത്രമല്ല പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ സുവോളജിയും ബോട്ടണിയും ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾക്കിനി എനിക്ക് തോന്നുന്നു ഒരു 97 ദിവസം കൂടി, 96 ദിവസം കൂടിയാണ് നീറ്റ് എക്സാമിലേക്കുള്ളത്. അപ്പൊ ഈ വരുന്ന റിമൈനിങ് ഡേയ്സ് നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും കിട്ടണം. ഇപ്പൊ നിങ്ങളുടെ സ്കോർ ഏറ്റവും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത്, സ്കോർ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട് ഉറപ്പായിട്ടും ബയോളജിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട് അത് കെമിസ്ട്രി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന സബ്ജക്ട് അത് വൺ ആൻഡ് ഓൺലി ഫിസിക്സ് ആണെന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയും. എനിക്കറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെങ്ങനെ ഈസി ആക്കാം, എങ്ങനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം, ബോറടിക്കാതെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി നമുക്ക് ഈ വളരെ കുറഞ്ഞ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 96 ദിവസത്തിനടുത്ത് സമയം നമുക്ക്, അത്രയും ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിന്ന് സ്പ്ലിറ്റ് ചെയ്താൽ പോലും ആവറേജ് ഒരു 32 ദിവസമാണ് നമുക്ക് ഒരു ചാപ്റ്ററിന് കിട്ടുന്നത്. ഫിസിക്സ് നമുക്ക് 28 ചാപ്റ്റർ പഠിക്കാനുണ്ട്. സോ ഈ വരുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 26-ാം തീയതി January 26 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. റൈറ്റ് നൗ പ്ലാൻ ചെയ്തിരിക്കുന്നത് +2 പാർട്ട് 1 ആണ് ആദ്യം എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
കംപ്ലീറ്റ്ലി പാർട്ട് 1 മാത്രമായിരിക്കില്ല എടുക്കുന്നത്. അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് +1 പാർട്ട് 1 നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഒരു കാരണവശാലും ചാപ്റ്ററിന്റെ കൃത്യ ഓർഡറിലൊന്നും ആയിരിക്കണമെന്നില്ല ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു റീസൺ അത്. രണ്ടാമത്തെ റീസൺ, ചാപ്റ്ററുകളുടെ വെയിറ്റേജിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നമ്മൾ സമയത്തിനനുസരിച്ച് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളുക, നിങ്ങൾക്ക് ആദ്യം വരാൻ പോകുന്ന ചാപ്റ്ററുകൾ +2 പാർട്ട് 1 അതേപോലെ അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ +1 പാർട്ട് 1 ചാപ്റ്റേഴ്സും ആയിരിക്കും വരുന്നത്. ജാനുവരി 26 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ആണ്. അത് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 വരും. ഒബ്വിയസ്ലി അതിനോട് ചേർന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ക്ലാസ് കിട്ടുന്നതായിരിക്കും. മേ ബി കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു മൂവിംഗ് ചാർജ്, മാക്സിമം മേ ബി കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മൂവിംഗ് ചാർജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ +1 സ്വിച്ച് ചെയ്യും. എന്നിട്ട് നേരെ 1 ഡയമെൻഷൻ, അതേപോലെ ഉറപ്പായിട്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, പിന്നെ 2 ഡയമെൻഷൻ, ലോസ് ഓഫ് മോഷനിലേക്ക് പോകും. അത് കഴിഞ്ഞ് അഗെയിൻ നമ്മൾ തിരിച്ച് +2 തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ ക്ലബ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തായിരിക്കും ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഓരോ വീഡിയോ ക്ലാസ്സസും നമ്മൾ ഇനിയും ഏറ്റവും മിനിമം പഠിക്കേണ്ട, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് ഈ വീഡിയോ കാണുന്നവർക്കും അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. +2 പാർട്ട് 1 ടെക്സ്റ്റില് നിങ്ങൾ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രോപ്പറായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചതും ഇനി അതിലേക്ക് അഡീഷണലി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ആ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകളോട് ഉൾപ്പെടുത്തി പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ പാർട്ടിന്റേതും ഇങ്ങനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പാർട്ട് 1 +2 ആദ്യം ചെയ്യാനുള്ള റീസൺ. നമ്മുടെ ഈ 1 ഷോട്ട് സീരീസിൽ ആദ്യം പാർട്ട് 1 ആണ് ഉൾക്കൊള്ളിക്കുന്നത്. +1 പാർട്ട് 1 എത്തുമ്പോഴത്തേക്ക് +1 പാർട്ട് 1 ഇതേപോലത്തെ അനാലിസിസ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലൂടെയും കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ ഇനിയും നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിച്ചിട്ടേ പോകാവൂ, മിനിമം ഇതെങ്കിലും പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമുക്കൊരു 150 സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. ഈ കോൺസെപ്റ്റുകൾ മിനിമം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഈ 1 ഷോട്ട് സീരീസ് പോകുന്നത്. മിനിമം എന്നല്ല, അതായത് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എന്തൊക്കെയുണ്ടോ ആ കോൺസെപ്റ്റുകളും ആ ഇക്വേഷൻസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മുടെ 1 ഷോട്ട് സീരീസിലൂടെ പോകുന്നത്. മേ ബി ഓരോ വീഡിയോ ക്ലാസ്സും മിനിമം 3 മണിക്കൂർ തൊട്ട് 4-5 മണിക്കൂർ വരെ നീളാം. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 4 മണിക്കൂറിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ചാപ്റ്റർ നിങ്ങളിലേക്ക് എത്താൻ ചിലപ്പം ഒരു 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ പറ്റണമെന്ന് നിർബന്ധമില്ല. മേ ബി നിങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കാം. രണ്ടാമത്തെ റീസൺ, നിങ്ങളിൽ പലരും മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഉറപ്പായിട്ടും അതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, 100% ഫോളോ അപ്പ് ചെയ്യണം. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ, എവിടുന്നൊക്കെ നല്ല കണ്ടന്റ് കിട്ടുന്നുണ്ടോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കണ്ടന്റ് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ജാനുവരി 26 ഫസ്റ്റ് വീഡിയോ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ 26 ഫസ്റ്റ് വീഡിയോ വീണ് കഴിഞ്ഞാൽ മേ ബി 2-3 ദിവസത്തിന്റെ ഡിലേ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ലോഞ്ച് ചെയ്യും, അടുത്ത ചാപ്റ്റർ ലോഞ്ച് ചെയ്തോളൂ. അപ്പൊ അതുവരെ ഞങ്ങൾ സമയം തന്നിരിക്കുന്നത് ആ വീഡിയോ ആരൊക്കെ കാണുന്നോ അവരെല്ലാരും പ്രോപ്പർ ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ 26 ഒരു വീഡിയോ വീഴുന്നു, 2 or 3 ഡേയ്സിന് ശേഷം, അത് ഡിപ്പെൻസ് ആണ്, ഓരോ ചാപ്റ്ററിന്റെ ലെങ്ത് അനുസരിച്ചൊക്കെ ഇരിക്കും, തൊട്ടടുത്ത ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 വീഴുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചാപ്റ്റർ വീഴുന്നതായിരിക്കും. അതായത് ഓൺ ആൻ ആവറേജ് ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ മിനിമം 2 ചാപ്റ്റർ, മാക്സിമം 3 ചാപ്റ്റർ വരെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഈ നീറ്റ് മെയ് 4 നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് 28 ചാപ്റ്ററും നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നതായിരിക്കും. അത് ത്രൂ 1 ഷോട്ട് സീരീസ് ആവാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മാറ്റി ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ത്രൂ ക്രാഷ് കോഴ്സിലൂടെ ആയിരിക്കാം. എങ്ങനെ ആയാലും ശരി, പ്രോപ്പർ ആയിട്ട് ഈ 28 ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകത്തുള്ളൂ എന്ന ഒരു ഷുവർട്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. സോ മക്കളെ, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ നിൽക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഈ 1 ഷോട്ട് സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് വാട്സാപ്പിലും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ
ഒരുപാട് പേര് കമന്റ് ചെയ്തൊരു കാര്യമാണ് വൺ ഷോട്ട് സീരീസ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒരൊറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾക്ക് എടുത്തു തരാമോ? കാരണം ഇതുവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻ സീരീസും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ വേണം, അതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ചാപ്റ്റർ കിട്ടിയാൽ വലിയ ഉപകാരമാകുമെന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഉണ്ടാവുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എൻട്രൻസിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഈ ചാനലിന്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്കിനിയും ക്ലാസ് റൂമിലൂടെ കണ്ടുമുട്ടാം. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.